ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പറഞ്ഞ കാര്യം എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. നിനക്കോ കൽപ്പന? അല്ല, പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ആരോടും പറയാതെ പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നേ? എന്തിനാണ് നീ കരയുന്നേ? അത് തലവേദന എടുത്തിട്ടാ. നിന്റെ തലവേദന എന്താന്നൊക്കെ എനിക്കറിയാം. ഞാൻ അവനെ വഴക്ക് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേടി കാര്യം. ഓ, ഇനിയിപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ. മുമ്പൊക്കെ ദേവൻ ഇത് അറിയുമോ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. പറയേണ്ട സമയത്ത് നീ കാര്യം പറഞ്ഞു, നീ ജയിച്ചു. ഇപ്പോ ദേവൻ നിന്നെ അവനെ ഒരുമിപ്പിക്കാൻ വേണ്ടി നടക്കല്ലേ? മുത്തശ്ശിപ്പ എന്നോടൊന്നും പറയരുത്. എന്നാ പിന്നെ നിന്നോട് സംസാരിക്കേണ്ട മുഹൂർത്തം നീ ഏതെങ്കിലും ജോത്സ്യനെ കൊണ്ട് കുറിപ്പിച്ചോണ്ട് വാ. ഞാൻ അത് നോക്കി നിന്നോട് മിണ്ടിയാ മതിയല്ലോ. നിന്റെ കണക്ക് കൂട്ടലുകളൊന്നും നടക്കില്ലടി. അവളുണ്ടല്ലോ, എന്റെ മോള് പ്രിയങ്ക, അവൾ എത്തുന്ന ഉയരം ഒരിക്കലും നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ അവളെ ഒഴിവാക്കി അവളില്ലാത്ത തക്കം നോക്കി നിനക്ക് നിന്റെ കാമുകനോടൊപ്പം ജീവിക്കാവുന്നതാണ് പരിപാടി എങ്കിലേ ഈ സുകുമാരിയുടെ കൊക്കിലെ ജീവൻ ഇല്ലാണ്ടാവണം. ഒന്നും പറ്റിയില്ലെങ്കിലേ നീ ഉറങ്ങിക്കിടക്കുമ്പോ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാനങ്ങ് കൊല്ലും. എന്നാലും നിന്നോടൊപ്പം ജീവിക്കാം എന്നുള്ള അവന്റെ മോഹം നടക്കില്ല. രാധികയുടെ ആറ്റുവശേരിൽ കൊണ്ടുപോയിട്ട് ഞാൻ അയാളുടെ അവസ്ഥ സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. നോക്ക്, എനിക്കൊട്ടും ധൈര്യമില്ല. രാധയ്ക്ക് ഇത് എത്ര നേരം മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കൊരു രൂപവുമില്ല. മറച്ചു വെക്കാനുള്ള ധൈര്യം അയാൾ കണ്ടെത്തിയേ പറ്റൂ. രാധിക അത് ചെയ്യും. കാരണം അച്ഛനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ കുട്ടി. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ പ്രശ്നമാണ്. പോലീസിനെ വിളിക്കണം എന്നുള്ള വാശിയില അച്ഛൻ സംസാരിക്കുന്നത്. എടാ, നമ്മളെന്തെങ്കിലും ചെയ്തിലേക്ക് ഒഴിഞ്ഞു. അപ്പൊ നമ്മള് തീരുമാനിച്ചു തന്നെ പറയണമല്ലേ ഏട്ടാ? പറയണം, പറഞ്ഞ് വിശ്വസിപ്പിക്കണം. നീ വാ. നീ എന്തിനാ പറയാൻ പഠിക്കുന്നേ? നിന്നെ എല്ലാവരും കുറ്റക്കാരനാക്കാൻ ശ്രമിക്കല്ലേ? അപ്പൊ വാസ്തവം എന്താന്ന് വീട്ടിൽ പറയുന്നോണ്ട് എന്താ കുഴപ്പം? ഏട്ടാ, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. കാര്യം സത്യമല്ലേ? പിന്നെ വിശ്വസിക്കാതിരുന്നിട്ട് എന്താ കാര്യം? എന്താ സൂര്യ, എന്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? പ്രിയങ്കയുടെ കാര്യം തന്നെ. നമ്മളെല്ലാരും ഇത്രയും നേരം വലിയ സങ്കടത്തിലായിരുന്നല്ലോ. പക്ഷെ സങ്കടത്തിന്റെ കാര്യം പ്രിയങ്ക തന്നെയാ. പ്രിയങ്ക തന്നെയാണെന്നോ? എന്താ നീ പറയുന്നേ?
എന്താ മക്കളെ, എന്താ കാര്യം? ആ കൽപ്പന അച്ഛനമ്മ എന്ന് വിളിച്ചോണ്ടോ. അച്ഛ, പ്രിയങ്കയുടെ കാര്യത്തിൽ അച്ഛൻ പോലീസിലെങ്ങാനും പരാതിപ്പെട്ടിരുന്നോ? ഇല്ല. എങ്കിലിനി പരാതിപ്പെടണ്ട. പ്രിയങ്ക പോയത് എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്ങോട്ടാ? പ്രിയങ്കയുടെ ഒരു സുഹൃത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഞാൻ കണ്ടിരുന്നു. പ്രിയങ്ക നമ്മൾ ആരും അറിയാതെ ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാ. ഇപ്പൊ എങ്ങനെയുണ്ട് പരമേശ്വര? ഏതാ പ്രൊഡക്ഷൻ കൺട്രോളർ? അയാളെ നീ വിളിച്ച് ചോദിച്ചതാണോ, അതോ വേറെ ഏതെങ്കിലും വഴിക്ക് നീ അറിഞ്ഞതാണോ? പ്രിയങ്ക എന്റെ ഭാര്യയാണെന്നാണല്ലോ പുറത്തറിയുന്നത്. വിശേഷം പറഞ്ഞ കൂട്ടത്തില് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. നമ്മളെല്ലാവരും സമ്മതിച്ചിട്ടാ സിനിമയ്ക്ക് പോയെന്നാ പ്രിയങ്ക അയാളോട് പറഞ്ഞിരിക്കുന്നത്. ആ എന്നാ പിന്നെ ഇതിന്റെ സത്യം ഒന്ന് അറിയണമല്ലോ. നമുക്കേ എല്ലാവർക്കും കൂടി വണ്ടിയെടുത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നീ എവിടെയെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ. അത് തമിഴ്നാട്ടിൽ ഏതോ ഒരു ഉൾഗ്രാമത്തിലാ. അങ്ങനെ പറയാതെ പോയ ഒരാളെ ഇവിടുന്ന് ആരും അന്വേഷിച്ചു പോകും വേണ്ട. ഈ പറഞ്ഞ കാര്യം എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. നിനക്കോ കൽപ്പന? അല്ല, പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ആരോടും പറയാതെ പോകുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സ്വന്തം കല്യാണ ദിവസം കതിര് മണ്ഡപത്തിൽ കയറുന്നതിന് പകരം ആരോടും പറയാതെ സിനിമയ്ക്ക് പോയ പെണ്ണ. അവളെ കുറിച്ച് നിങ്ങൾ ഇനി ന്യായീകരിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞത് സത്യമല്ല അച്ഛാ. ഞാൻ പ്രിയങ്ക ഒന്ന് വിളിച്ചു നോക്കട്ടെ. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫാ. പാതിരാത്രി തൊട്ടേ ഇവിടുന്ന് ഇറങ്ങി പോവാൻ മടിയില്ലാത്തവർക്ക് ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണോ പ്രയാസം? ഇത്രയും നേരം ഞാൻ അവളെ ന്യായീകരിച്ച് സംസാരിച്ചതാ. പക്ഷേ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മൾ ആരും അറിയാതെ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുകയാണെങ്കിൽ പിന്നിങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യം ആലോചിച്ചിട്ട് മതി.